Hi all, welcome back to TINCYS tips. So, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് punctuations ആണ്. So, OET readingൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായിട്ട് punctuationsനെ മനസ്സിലാക്കുക എന്നുള്ളത്. So, ഓരോ punctuationനും കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മീനിങ് ആണുള്ളത്. So, അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. So, first of all, full stop. Full stop എന്ന് പറഞ്ഞാൽ end a sentence. ഒരു സെൻറ്റൻസ് എൻഡ് ചെയ്യാനാണ് നമ്മൾ full stop യൂസ് ചെയ്യുന്നത്. സോ സെക്കൻഡ് വൺ ആണ് കോമ എന്ന് പറയുന്നത്. സോ ഇത് യൂസ് ചെയ്യുന്നത് സെപ്പറേറ്റ് ചെയ്യാനാണ് ഐറ്റംസിനെ, ഒരു ലിസ്റ്റിനകത്തുള്ള ഐറ്റംസിനെ. അതുപോലെ തന്നെ ഷോ എ ബ്രേക്ക് ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിനകത്ത് നമുക്ക് ബ്രേക്ക് അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് കാണിക്കണമെങ്കിൽ നമുക്ക് കോമാസ് യൂസ് ചെയ്യാം. സോ തേർഡ് വൺ എക്സ്ക്ലമേഷൻ മാർക്ക്. സോ ഇത് യൂസ് ചെയ്യുന്നത് എംഫസൈസ് എ സ്ട്രോങ് ഫീലിങ്സ്. നെക്സ്റ്റ് വൺ സെമി കോളൺ, ലിങ്ക് എലമെൻറ്റ്സ് ഓഫ് എ സെൻറ്റൻസ്. കോളൺ, ഇൻട്രൊഡ്യൂസ് എ ലിസ്റ്റ്. കൊട്ടേഷൻ മാർക്സ് ഷോ വാട്ട് ഈസ് സെഡ്. മോസ്റ്റ് പ്രോബബിളി നമുക്ക് സി പാർട്ടിൽ അതൊക്കെ ഓരോരുത്തരുടെ ഒപ്പീനിയൻ പറയുമ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു ഇൻവേർട്ടഡ് കോമയ്ക്കകത്ത് ഈ കൊട്ടേഷൻ മാർക്കിനകത്ത് തരാറുണ്ട്. ദ അനദർ വൺ ഈസ് അപ്പോസ്ട്രോഫി, ഷോ ഓണർഷിപ്പ് ഓർ മിസ്സിംഗ് ലെറ്റേഴ്സ്. സോ അപ്പോസ്ട്രോഫി നമുക്ക് എപ്പോഴും തരാറുള്ളത് ഓണർഷിപ്പ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇന്നാളുടെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ, പേഷ്യൻറ്റിൻ്റെ എന്ന് നമ്മൾക്ക് പറയാറുണ്ട്, അല്ലെങ്കിൽ മിസ്റ്റർ എക്സിൻ്റെ എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ മിസ്റ്റർ ജോണിൻ്റെ. സോ മിസ്റ്റർ ജോൺസ് അപ്പോസ്ട്രോഫി എസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ അനദർ വൺ ഈസ് ഹൈഫൺ, ജോയിൻ വേർഡ്സ് ടുഗദർ. സോ നമുക്ക് ഒരു രണ്ട് വേർഡുകളെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് പറയണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലൈക്ക് 31 year old. നെക്സ്റ്റ് വൺ ഇസ് ബ്രാക്കറ്റ്സ്, സെറ്റ് ഓഫ് ലെസ് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ്. നമുക്കൊരു കാര്യം മെയിൻ ഐഡിയ നമുക്ക് തന്ന് അതിൻ്റെ സൈഡിൽ നമുക്ക് ആ ഒരു ഐഡിയയുടെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം കൊടുക്കണമെങ്കിൽ നമ്മളത് ബ്രാക്കറ്റിലാണ് കൊടുക്കുന്നത്. ദ ലാസ്റ്റ് വൺ ഈസ് എലിപ്സിസ്, ഷോ ദാറ്റ് പാർട്ട് ഓഫ് സെൻറ്റൻസ് ആർ ലെഫ്റ്റ് ഔട്ട്. സോ ഇനിയും നമുക്ക് പറയാനുണ്ട്, ഒരു കണ്ടിന്യൂഷൻ ഉണ്ട് എന്ന് കാണിക്കുന്നതാണ്. സോ ഇത്തരം ഐഡിയാസ് നമുക്ക് OET റീഡിങ്ങിൽ, അല്ലെങ്കിൽ ഇത്തരം പങ്ക്ച്വേഷൻ നമുക്ക് OET റീഡിങ്ങിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. സോ ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇനി OET റീഡിങ്ങിനകത്ത് യൂസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ TINCYS Academy. TINCYS Academy, an institute for your future.